ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ വെള്ളക്കൂട്ടുകറിയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാവുന്ന കറി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. വടപ്പരിപ്പ് ചന ഡാൽ എന്ന് പറയില്ലേ, അതെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വേവിച്ചെടുക്കണം. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. ഓവറായിട്ട് വെന്ത് പോകരുത്, നല്ല സോഫ്റ്റായിട്ട് വേകുകയും വേണം. വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുകയും വേണം. കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിത് ചെറിയ കുക്കറിലാണ് വയ്ക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ ഒരു 3 വിസിലടിച്ചിട്ട് അപ്പോൾ തന്നെ തുറന്നു നോക്കണം. കുക്കറിൽ അങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകും. പരിപ്പിന് ആവശ്യമുള്ള ഒരു അല്പം ഉപ്പൂടെ ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ വെന്തതിന് ശേഷം ഒരുപാട് വെള്ളം വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുക. ഇത് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഉടയാതെ ഇതുപോലെ വേവിച്ചെടുക്കണം. ഒരല്പം വെള്ളം ഇതിലുണ്ട്, അത് കുഴപ്പമില്ല. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. വീണ്ടും ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ വേവിച്ചെടുക്കണം. അതേ കപ്പിന് തന്നെ ഫുള്ളായിട്ട് 2 കപ്പ് കുമ്പളങ്ങയാണ് ചേർക്കുന്നത്. കുമ്പളങ്ങ നന്നായിട്ട് വേവിച്ച് കിട്ടണം. ഞാനിതിപ്പോൾ ചട്ടിയിലാണ് വെക്കുന്നത്. ഒരുപാട് വെള്ളം ചേർത്തും വേവിച്ചെടുക്കരുത്. കഷ്ണങ്ങളൊക്കെ ഈ ഒരു വലുപ്പത്തിലോ അല്ലെങ്കിൽ ഇതിലും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിന് വേണമെങ്കിൽ കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളമാവില്ല. ഒരേ ഒരു തവി, അതായത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരേ ഒരു തവി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിച്ചെടുത്താലും മതി. ആ ഒരു കണക്ക് അറിയാവുന്നവർക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. ഇത് ഇങ്ങനെ ചട്ടിയിലെ വേവിച്ചെടുക്കണം അങ്ങനെയൊന്നുമില്ല. എങ്ങനെയായാലും നല്ല സോഫ്റ്റായിട്ട് വെന്തെടുക്കണം. വെള്ളം ഒരുപാടും വരാൻ പാടില്ല. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് പിങ്ക് സോൾട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു കളറ് വരുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കാം. മൂടി വെച്ച് ഒന്ന് വേവിക്കുവാണ്. ഇതിൻ്റെ വെള്ളവും വറ്റിക്കിട്ടണം. കൂടെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്തും വരണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുമ്പളങ്ങ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനടിയിൽ കുറച്ച് വെള്ളമുണ്ട്, അതിരുന്നോട്ടെ. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരല്പം വെള്ളം വെന്തതിന് ശേഷം വന്നാൽ മതി. ആ ഒരളവിന് കുക്കറിലായാലും വേവിച്ചെടുക്കുക. അത് മാറ്റിയിട്ട് അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഒഴിക്കാവുന്നതാണ്. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയപ്പോഴത്തേന് ഒരല്പം ഉലുവ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ഉലുവയും ചേർക്കരുത്, അതുപോലെ തന്നെ ഉലുവ കരിഞ്ഞു പോകരുത്. ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേന് 2 പച്ചമുളക് നടുകെ ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. ഇനി സവാള ഇതിന് കുറച്ച് ഏറെയായിട്ട് ചേർക്കണം. ഒരു സവാള എടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ വേണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം സവാള ഒട്ടും ബ്രൗൺ ആകരുത്. സവാള ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ കളർ ആ വെള്ള കളർ അങ്ങ് മാറിപ്പോവേ. ഈ കറിക്ക് കുറച്ച് ഏറെയായിട്ട് കറിവേപ്പില ചേർക്കണം. അതോടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ നടുവേ ഒടിച്ചാണ് ഇട്ടിരിക്കുന്നത്. വേറെ പച്ചമുളക് അരയ്ക്കാനായിട്ട് ചേർക്കുന്നുണ്ട്. ഇവിടെ കീറി ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുവൊക്കെ വെളിയിൽ വന്ന് കുറച്ച് കൂടുതൽ എരിവാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒടിച്ചിട്ടത്. കുമ്പളങ്ങയ്ക്കകത്തും പരിപ്പിനകത്തും ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് സവാള വഴറ്റുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള നന്നായിട്ട് ഈ ഒരു പാകത്തിന് വഴറ്റിയെടുക്കണം. ഒട്ടും ബ്രൗൺ ആകാതെ എടുക്കുകയും വേണം. ഇനി ഇതിലോട്ട് ആ കുമ്പളങ്ങ ചേർക്കുകയാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു അരപ്പ് ചേർക്കണം. അരപ്പിനായിട്ട് ഒരു 1/4 കപ്പ്, അതേ കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഗരം മസാലയാണ് ചേർക്കേണ്ടത്. 1 സ്പൂൺ പെരുംജീരകം, വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി 2 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഒരേ ഒരു വലിയ ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട 2ആയിട്ടൊന്ന് ഒടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാവും. നമ്മൾ ഈ കട്ടി ചമ്മന്തിയൊക്കെ അരയ്ക്കത്തില്ലേ, അതേ അളവിന് അരച്ചെടുക്കുക. അതായത് കറിക്കൊന്നും അരയ്ക്കുന്ന പോലെ ഒരുപാട് അരയുകയും വേണ്ട, ഒരുപാട് വെള്ളവും ചേർക്കരുത്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. അതേസമയം നമ്മുടെ ഗരം മസാലയൊക്കെ നല്ലവണ്ണം അരഞ്ഞു ഇരിക്കണേ. ആ ഒരു പാകത്തിന് മാത്രമേ വെള്ളവും ചേർക്കാവൂ. ഇനി ഈ അരപ്പ് കുമ്പളങ്ങയ്ക്കകത്ത് ചേർക്കണം. തീയ നന്നായിട്ട് കുറച്ച് വെക്കണം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതേപോലെ തന്നെ കടുക് വറക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർക്കരുത്. വറ്റൽമുളക് ചേർത്ത് കഴിയുമ്പോൾ കറിയൊക്കെ നല്ലവണ്ണം തണുത്ത് കഴിയുമ്പോഴത്തേന് വല്ലാത്തൊരു കളറായി പോകും. അതുകൊണ്ടാണ് സവാള വഴറ്റുമ്പോഴും ബ്രൗൺ ആയി പോകരുതെന്ന് പറഞ്ഞത്. ഇത് മഞ്ഞൾപ്പൊടിയോ മറ്റു പൊടികളൊന്നും ചേർക്കാതെ വെള്ള കളർ തന്നെ കിട്ടേണ്ട കറിയാണ്. ഇളക്കി എടുത്തതിന് ശേഷം കടലപ്പരിപ്പ് ചേർക്കാം. ഇതാ തണുത്തപ്പോഴത്തേന് കടലപ്പരിപ്പിനകത്തുണ്ടായിരുന്ന ആ വെള്ളം കൂടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുമ്പളങ്ങയൊക്കെ കുറച്ചൊക്കെ ഉടയും. അഥവാ ഉടഞ്ഞിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. കുറച്ചൊക്കെ ഒന്ന് കടിക്കുന്ന രീതിയിലും കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കടലപ്പരിപ്പ് കറക്റ്റ് വേവായത് കാരണം കടലപ്പരിപ്പ് ഒട്ടും ഉടയാതെ തന്നെ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. നിങ്ങൾ അഥവാ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കുറച്ച് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയും കുമ്പളങ്ങയും നല്ലവണ്ണം മിക്സ് ചെയ്ത് ഉടച്ചെടുത്തതിന് ശേഷം കടലപ്പരിപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഈ കറി നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് ആ കുമ്പളങ്ങയ്ക്കകത്ത് ആ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ കറി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുമ്പോൾ ഉലുവ ഇടയ്ക്കൊന്ന് കടിക്കും, ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. നല്ലവണ്ണം തണുത്തതിന് ശേഷം ആകുമ്പോൾ ഉലുവയുടെ കുതിർന്ന ആ കയ്പ്പൊന്നും അറിയാതെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ആ തേങ്ങയും കടലപ്പരിപ്പും ഒക്കെ നന്നായിട്ട് മിക്സാക്കി നല്ലവണ്ണം ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫാക്കുക. ട്രൈ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.